ഇന്ന് എൻ്റെ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഇപ്പം സമയം 5:45 എനിക്ക് എൻ്റെ മോളെ വിളിക്കേണ്ട ടൈമായി. ഞാനൊരു 5:45 ആൾ വിളിക്കൽ. അതിന് മുന്നേ ഞാൻ ഓക്ക് വേണ്ടിയിട്ടുള്ള കാടമുട്ട പുഴുങ്ങി വെക്കും. അതുപോലെ തന്നെ കരിഞ്ജീരകത്തിൻ്റെ വെള്ളം ഉണ്ടാക്കി കൊടുക്കും. ഇത് രണ്ടാണ് രാവിലെ ആൾ മദ്രസ പോകുമ്പം കഴിക്കുന്നത്. അപ്പം വലിയ താല്പര്യമൊന്നുമില്ല കഴിക്കാൻ, എന്നാലും നിർബന്ധിച്ച് കഴിപ്പിക്കും. ഈ ഒരു കരിഞ്ജീരകം ഞാൻ കഴുകിയിട്ട് ഉണക്കി പൊടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിൻ്റെ തിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കലേ ഉള്ളൂ. ആദ്യമൊക്കെ തിളപ്പിക്കായിരുന്നു, പിന്നെ ഇങ്ങനെ മതിയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കൽ. തിളപ്പിക്കുമ്പോൾ നല്ലോണം ഫ്ലേവർ ഇറങ്ങുമ്പോൾ ഓക്ക് അത് ഇഷ്ടമാവുന്നില്ല. ഇത്ര നേരത്തെ മോള് റെഡി ആവും, കാരണം 8:15 വണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 7:45 മദ്രസയിൽ നിന്ന് കൂട്ടുമല്ലോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ടൈം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ മദ്രസയിലേക്ക് പോകുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് മുടിയൊക്കെ വാരി കെട്ടിക്കൊടുക്കണം. കുറേ പ്രാവശ്യം അയച്ച് പിന്നെയും കെട്ടി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ടൈം വേണ്ടി വരും. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഒരു സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാൻ മദ്രസയിലേക്ക് പോകുമ്പോഴാണ് മുടിയൊക്കെ കെട്ടിക്കൊടുക്കൽ. ആദ്യമൊക്കെ 2 ദിവസം ഇങ്ങനെ മുടി കെട്ടിക്കൊടുത്തപ്പോൾ ഭയങ്കര ഒരു ചമ്മലുണ്ടായിരുന്നു. കാരണം മക്കനിട്ട സമയത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ കൊമ്പി വരുമ്പോൾ എന്തോ ഫേസ് ഒരു മാതിരി മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് 2 സൈഡ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയതിന് ശേഷമാണ് ഞാൻ കുടിക്കാനൊക്കെ കൊടുക്കൽ. അപ്പോൾ ഫർദയൊക്കെ ഇട്ട ആൾ റെഡിയാണ്. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒരു 6:15 ഇങ്ങനെ 5:45 എണീറ്റുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാൾക്കും സമാധാനമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ രാത്രി ഞാൻ വേഗം ഉറക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ ഉറങ്ങാനും മടിയാണ്, വേഗമൊന്നും ഉറങ്ങില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉറങ്ങിപ്പോക്കാണ്. അപ്പം രാവിലെ ഈ ഒരു ടൈമിൽ എണീക്കുന്നതുകൊണ്ട് തന്നെ ആളെ വേഗം ഞാൻ കിടത്തി ഉറക്കാൻ നോക്കലുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഈ ഒരു കരിഞ്ജീരകം വെള്ളം ഇങ്ങനെ പൊത്തി വെക്കുമായിരുന്നു, കാരണം ആ ഒരു ചൂടിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കാണ് ഇത് കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ ഒട്ടിഷ്ടമല്ല. ലാസ്റ്റ് അത് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ബിസ്ക്കറ്റ് ആണെങ്കിലും വലിയിങ്ങനെ എന്താ പറയുക ഇഷ്ടമൊന്നുമല്ല, 1 2 അങ്ങനെ കഴിക്കും. ഇപ്പം വെള്ളം എത്ര അളവ് കുടിച്ചതെന്നൊക്കെയാണ് ഇങ്ങനെ നോക്കണത്. ഇനിയിപ്പോൾ നമുക്ക് നേരെയുള്ള മദ്രസയിലേക്ക് കൊണ്ടുവിട്ടിട്ട് വരാം. മദ്രസയിൽ ഇവിടെ 6:30 മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം വണ്ടി ഇല്ലോണ്ട് അൽഹംദുലില്ലാ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറച്ച് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം മഴയില്ലോണ്ട് തന്നെ ഞാനൊരു ഷീറ്റ് വെച്ചിട്ട് വണ്ടി കവർ ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓളയും കൂട്ടിയിട്ട് പോക്കാണ്. വേഗം ഒരു 2-3 മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാം. മോള് പോയതിന് ശേഷം പിന്നെ എനിക്ക് ഓൾക്ക് സ്കൂളിലേക്ക് വേണ്ട സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ റെഡിയാക്കണം. ഇന്ന് ഞാൻ പരിപ്പ് കറിയും ചെമ്മീൻ പൊരിച്ചതും പിന്നെ ചോറുമാണ് കൊടുക്കണത്. അപ്പം പരിപ്പ് മുരിങ്ങ ഇട്ടിട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്, രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പരിപ്പ് മുരിങ്ങക്കോലും ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അവൾക്ക് ഈ ബീഫും ചിക്കന് ഭയങ്കര ഇഷ്ടമാണ്. ബീഫൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചവച്ചത് തുപ്പേണ്ട അവസ്ഥയിലാക്കും. അത് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ സ്കൂളിലേക്ക് എന്തുകൊണ്ടും ഇങ്ങനെ ധാന്യങ്ങൾ കൊടുക്കുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. പിന്നെ എന്തെങ്കിലും ഫ്രൈ ഉണ്ടായാൽ അടിപൊളിയായിരിക്കും. ഇവിടെ ഉമ്മാൻ്റെ അടുത്ത്, അതായത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കൂടുതലും ഫ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് വറവിനായിട്ട് ഇമ്പോർട്ടൻറ്റ് പൊരിച്ചതിനാണ്. പക്ഷെ നമ്മളിവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും വറവൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി പഠിച്ചത്. ഇവിടെ വറവാണ് ഇമ്പോർട്ടൻറ്റ്, പൊരിച്ചതിന് വലിയ താല്പര്യമില്ല ആയിരിക്കും. അപ്പം ഞാൻ പിള്ളേർ പൊരിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വറവില്ലാണ്ടാവാത്ത പോലെയാണ്. അപ്പോൾ ഉമ്മ ഇന്നെ കണ്ടതിന് എന്തായാലും വറവൊക്കെ വാങ്ങും. പൊരിക്ക് വലിയ താല്പര്യമില്ല, വറവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കഴിക്കാമെന്നില്ല മൈൻഡ്. പക്ഷെ ഇവിടെ നിർബന്ധമാണ് വറവ്. അപ്പം ഞാനത് അടുപ്പത്താക്കിയതിന് ശേഷം കുറച്ച് കട്ടൻ ചായ കുടിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെമ്മീൻ പൊരിക്കാമെന്ന് പറഞ്ഞല്ലോ. ചെമ്മീൻ ഇവിടുന്ന് ഉമ്മ നല്ല അടിപൊളിയായിട്ട് ചെമ്മീനും ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം ആക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അതുണ്ടായാൽ മതി, ചോറിന് വേറെ ഒന്നും വേണ്ട വിചാരിക്കും. നല്ല ടേസ്റ്റാണ്. പക്ഷെ മോൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഓക്ക് ഇങ്ങനെ ചെമ്മീൻ മാത്രമാണ് ഇഷ്ടം. അങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ട് മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചു കൊടുക്കുക, അങ്ങനെയാണ് ഓക്കിഷ്ടം. അപ്പം ചോറ് ഇന്നലെ ഉമ്മ ചോറ് വെച്ച സമയത്ത് കുറച്ച് ആദ്യം തന്നെ കോരി വെച്ചിട്ട് അതിപ്പോൾ തിളപ്പിച്ചിട്ടാണ് കൊടുക്കണത്. എനിക്ക് പരിപ്പ് കറി നല്ലോണം വെന്തുടഞ്ഞ പരിപ്പ് കറിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പം മുരിങ്ങ ഇട്ടുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞ് അത് എന്നും വേവിക്കുന്ന സമയത്ത് നല്ലോണം ഉടഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മുരിങ്ങക്കായ എടുത്ത് പുറത്ത് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാമെന്ന് വിചാരിച്ച്. നല്ലോണം ഉടഞ്ഞിരിക്കുന്ന കറിയാണ് എനിക്കിഷ്ടം. അപ്പം പിന്നെ എന്താ പറയുക, അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. പിന്നെ എനിക്കുണ്ടല്ലോ
മാത്രമല്ല സ്കൂളും മദ്രസൊക്കെ ഒന്നിച്ചായല്ലോ. പിന്നെ 2-3 ദിവസം മുന്നേ സ്കൂൾ തുറക്കുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പഠിച്ചതിനെ ഇത്രയും നേരത്തെ വണ്ടി വരും, നേരത്തെ മോളെ മദ്രസന്ന് കൂട്ടിയിട്ട് വരും വേണം, എല്ലാം കൂടെ ഈ ഒരു ടൈം 8:15 എല്ലാം സെറ്റാവോ, ഫുഡും എല്ലാം കൊണ്ടുപോകും വേണം. ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് താത്തനോടൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ലഞ്ച് കൊണ്ടുപോക്ക്, എന്തൊക്കെയാണ് സ്നാക്സ് ആക്കൽ, അങ്ങനെയൊക്കെ. അതിൻ്റെ ഇവള് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സ്കൂളിൽ ഒരു ടെൻഷനും ഇല്ല. 9 മണി 9:10 ആകുമ്പോഴായിരിക്കും വണ്ടി വരുത്ത്. പിന്നെ ഫുഡിൻ്റെതായാലും ഒന്നും ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, മദ്രസന്ന് ഞാൻ ഇങ്ങനെ നേരത്തെ കൂട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം പിന്നെ ടെൻഷനും ആയി. ഇനി മദ്രസന്ന് 7:45 കൂട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ അത് ആ ഒരു ടൈമിലത്തെ പഠിപ്പ് പോകുന്നില്ല ടെൻഷനും എല്ലാം കൂടെ 2-3 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര ഒരു ബേജാറായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുത്തുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ മാനേജ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. മോള് മദ്രസയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പോവാനും വരാനും നമ്മൾ കൊണ്ടുവിടാനും കൂട്ടിയിട്ട് വരാനും നമ്മൾ കുറച്ച് ഒന്ന് പോവും വരികയും ചെയ്യണം. അതിനുള്ളിലായിട്ട് എല്ലാം സെറ്റാവുന്നുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ദിവസം ഞാൻ നെയ്ച്ചോറായിരുന്നു കൊടുത്തത്. പിന്നെ ഉമ്മ പറഞ്ഞ് ചോറ് തന്നെ നല്ലത്, ചോറ് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഒരു ദിവസം ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചോറ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് തിളപ്പിച്ചിട്ട് കൊടുക്കാമല്ലോ പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം. പിന്നെ കറികളൊക്കെ അത്രയല്ലേ കഴിക്കും നമ്മൾ, പിന്നെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ബാക്കി പണികളൊക്കെ നമുക്ക് സെറ്റാണ്. പിന്നെ ആ ഒരു രാവിലെ തന്നെ എല്ലാം ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളും സമാധാനമായിട്ട് നടക്കും. അപ്പം രാവിലത്തെ തന്നെ ചോറും കറിയൊക്കെ ആയാൽ വേറെ തന്നെ ഒരു സമാധാനം കൂടാണ്. അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. കാരണം പത്തലുണ്ടായിരുന്നു രാത്രിക്കത്തെ, അത് ചൂടാക്കിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വേസ്റ്റ് ആവുമല്ലോ, വെറുതെ വേസ്റ്റ് ആക്കേണ്ട, വേറെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇത് കളയണ്ട വിചാരിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊന്നും നോക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയത്. അധികം എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ ഇഡ്ഡലി, നെയ് റോസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കൽ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇഷ്ടമാണ് പിള്ളേർക്ക്, അത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതുണ്ടാക്കി കൊടുക്കും. എനിക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സാധനം. പിന്നെന്താ, അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ തന്നെ, നമുക്ക് പിന്നെ അത്രയല്ലേ വേണ്ടു. പിന്നെ എനിക്കത് നല്ല സിമ്പിളായിട്ടാണ് ഫീൽ ചെയ്യൽ. സ്നാക്സ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത് എന്തൊക്കെ സാധനം വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല അതൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ഉമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നിന്ന് പഴം കഴിക്കലില്ല, അതുപോലെ തന്നെ ബ്രെഡ്, മുട്ട അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. ഈ കുഞ്ഞു മുട്ടയില്ല, അതായത് ഈ കാടമുട്ട, അതന്നെ ഇപ്പോൾ കഴിക്കാൻ ഇഷ്ടമല്ലാണ്ടായി. ഇപ്പം അത് ഈ പൊരിച്ചിട്ടൊക്കെ കൊടുത്താൽ ആദ്യമൊക്കെ കഴിക്കലുണ്ടായിരുന്നു. ഇപ്പം അതും വേണ്ടെന്നില്ല മൈൻഡാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും രാവിലെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി മുതൽ എവിടുന്ന് കഴിക്കാത്ത സാധനങ്ങളൊക്കെ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ സമയമില്ലല്ലോ, വന്നു കഴിഞ്ഞാൽ വേഗം ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ പിന്നെ എന്താണ് സ്നാക്സ്, എന്താ ഉമ്മ ലഞ്ച് എന്താണെന്ന് ചോദിക്കാനുള്ള ടൈമില്ല, എന്താ കിട്ടിയെടുത്തിട്ട് പോക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നല്ല സുഖമായിട്ട് അത് കൊടുക്കാം. ഞാൻ ഫ്രൂട്ട്സ് ആയിരുന്നു ഇതുവരെ കൊടുത്തിട്ടുണ്ടായത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ പഴം വാട്ടിയതും അതേപോലെ തന്നെ പഴം വറുത്തതും അതുപോലെ ബ്രെഡ് വാട്ടിയതൊക്കെ കൊടുക്കാമെന്ന്. ഇന്ന് ഞാൻ ബ്രെഡ് വാട്ടിയിട്ടാണ് കൊടുക്കണത്. അപ്പോൾ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഉമ്മ എന്താ സ്നാക്സ് വെച്ചേ, ഉമ്മ എന്താ ലഞ്ചിന് എന്താ വെച്ചേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വലിയ കാര്യമാക്കിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു സ്പൂണ് കൊടുക്കും, അത്രേ കറി വേണ്ടു. കറി ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കുറേ അതിനെ പിന്നെ തിന്നൂല, ഇങ്ങനെ കുഴച്ച് വെക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഒരു ചെറിയ സ്പൂണും കൂടെ വെച്ച് കൊടുക്കും, ആവശ്യത്തിന് വേണ്ട കറി എടുക്കാനൊക്കെ. അത് ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൊടുക്കാമെന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അധികം നമ്മൾ ഉണ്ടാക്കുന്ന ഈ മന്തി, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ബിരിയാണി, പിന്നെ നൂഡിൽസ്, അങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. നെയ്ച്ചോറ് ഇഷ്ടമാണ്, നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല, അതുപോലെ തന്നെ മന്തിയും വലിയ താല്പര്യമില്ല, നൂഡിൽസ്, മക്രോണി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ആൾ കഴിക്കലില്ല. പിന്നെ എന്താ പറയുക, മന്തി അങ്ങനത്തെ ഒക്കെ ഓക്കെ, ഈ നൂഡിൽസ്, മക്രോണിയൊക്കെ തീരെ വലിയ താല്പര്യമില്ല. ഞാൻ പാസ്ത ഉണ്ടാക്കിയാൽ തന്നെ ഇതിനൊക്കെ എന്ത് സാധനം ഞാനിവിടെ ഓർക്ക് ഇഷ്ടപ്പെടും
കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയാൽ അത് നമ്മൾ കഴിച്ച് തീർക്കുന്നതല്ലാണ്ട് ഓര് കഴിച്ച് തീർക്കലൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം എനിക്കില്ല. എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ചോറ്, കറി, വറവ് അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കണത്. കൂടുതലും ഈ ഫ്രൈസ് ആഡ് ചെയ്താൽ പിന്നെ അത് മീൻ പൊരിച്ചതല്ല, ചിക്കൻ പൊരിച്ചതും ചെമ്മീൻ പൊരിച്ചതൊക്കെ ഇട്ടാൽ തന്നെ മതി, അത്ര വേണ്ടൂ എന്നുള്ളൊരു മൈൻഡാണിപ്പോൾ. പിന്നെ എന്താ പറയുക, ഞാൻ നൂഡിൽസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഞാൻ ഗ്രോസറി പോയ സമയത്ത് നൂഡിൽസും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അഥവാ വേണമെന്ന് അങ്ങനെ തോന്നിയെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിന്. മെയിനായിട്ട് ഞാൻ പിന്നെ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നും തിന്നില്ല, എല്ലാ സാധനങ്ങളിലും ഭയങ്കര ചിട്ടകളാണ് ഇവർക്ക്. അപ്പോൾ പിന്നെ എന്താ പറയുക, അവർ കഴിക്കാത്ത സാധനങ്ങളൊക്കെ കൊടുക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതുവരെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായി, ഫസ്റ്റ് തൊട്ടേ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മാമൊക്കെ എന്തായാലും ചീത്ത പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ നമ്മൾ ഓപ്പൺ ആയ ദിവസം പോയപ്പോൾ അവിടുന്ന് മാമും കുട്ടികളെല്ലാവരും ഒന്നിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ മാം വെയിറ്റ് ചെയ്യും, നിങ്ങൾ എത്ര ഫുഡ് എങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാം, അതുകൊണ്ട് ഫിനിഷ് ആക്കിയിട്ട് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് എയറിലിട്ടിട്ടാണ് ആളെ സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടത്. ഞാനും മോളും എപ്പം തെറ്റുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ, ഫുഡ് കഴിക്കാൻ ഇത്രയും വയസ്സായിട്ടും ഓക്ക് ഒരു സ്വന്തമായിട്ട് ഫുഡ് വേണമെന്നില്ല, ഒരു മൈൻഡ് വളരെ കുറവാണ്. കഴിക്കണം എന്നില്ല, ആർക്കോ വേണ്ടി അമ്മ തന്നാൽ കഴിക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് ഞാൻ അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചീത്ത പറയും, ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല, കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ നല്ലോണം പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പത്തലും ഫുഡൊക്കെ റെഡിയായി. പത്തല് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം മോളെ കൂട്ടാൻ വേണ്ടി പോകണം. ഈ ഒരു സമയമായപ്പോൾ ഞാൻ കുറച്ച് റഷായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമയം 7:40 ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ, ഇല്ലെങ്കിൽ ഞാൻ മറക്കും, എനിക്ക് ഭയങ്കര മറവിയാണ്. അപ്പോൾ പിന്നെ അലാറം അടിഞ്ഞതിന് ശേഷം ഞാനൊന്ന് റഷായി സ്പീഡിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പെറുക്കി വെക്കണം, ഓള് വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെക്കണം. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇനി ഫുഡ് കൊടുക്കലേയില്ല, എല്ലാം റെഡിയാണല്ലോ. അപ്പോൾ ഓള് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് അടക്കം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം ഫുഡ് എടുക്കാൻ വിടുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നല്ലൊരു കുഞ്ഞു ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ പാത്രം കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ചെറുതാണ്, പക്ഷേ നല്ല മധുരമുണ്ട്. അതുമ്മ പറഞ്ഞ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ അവിടെ ഉണ്ട്, പക്ഷേ വളരുന്നത് കണ്ടിട്ടില്ല. പിന്നെ കേട് വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനത് പറിച്ച് പറഞ്ഞിട്ട് ഉമ്മ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ വെറുതെ പറിച്ച് കുറച്ചും കൂടെ വലുതാവോ നോക്കായിരുന്നു എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇനി വളരൂല, അത് ഞാൻ അത്ര തന്നെ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ വേഗം പറിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഞാനിതാ മോള് വരാനായതുകൊണ്ട് പത്തലൊക്കെ ഇവിടെ വേഗം തന്നെ സ്പീഡിൽ റെഡിയാക്കി വെക്കുകയാണ്. ഫുഡെല്ലാം റെഡിയായി. ഇനി ഇത് നമ്മൾക്ക് ഫുഡ് കിറ്റിലേക്ക് എടുത്തു വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളെ മദ്രസയിലേക്ക് കൂട്ടാൻ വേണ്ടി പോകണം. ഞാൻ പോകുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇവിടുന്ന് പോകുമ്പം തന്നെ ടൈമായി, ഞാൻ പോകേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അലാറം നേരത്തെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വേഗം പോയിട്ട് കൂട്ടിയിട്ട് വരണം. ഈ ഒരു കൂട്ടാൻ പോക്കും കൂട്ടിക്കൊണ്ടുവരുത്തൊക്കെ ഒരു ചെറിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ, വേഗം റെഡിയായി വേഗം ഫുഡൊക്കെ കൊടുക്കണം. ബാക്കി പണികളൊക്കെ സെറ്റാണ്, കാരണം മുടിയൊക്കെ വാരി സെറ്റാക്കി കൊടുത്തുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ല, അങ്ങനെ മുടിയൊന്നും കൊളാവലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞു പിന്നെ ഫുഡ് കൊടുക്കൽ, ഫുഡ് കഴിക്കാനാണ് ആൾ കുറച്ച് ടൈം എടുക്കൽ. അപ്പം മെല്ലെ തിന്നൂലു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടൈമായിരുന്നു ഉമ്മ നമ്മൾ ആ ഒരു ബത്തക്ക കട്ട് ചെയ്തിട്ടുണ്ടായത്. നല്ല കളറും നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്തിനാ ഉമ്മ പൊട്ടിച്ചതെന്നൊക്കെ ആയിരുന്നു മോള് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് ആൾ പറയണത്. ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇട്ട കുരുവിലൂടെ അങ്ങനെ മുളച്ചതായിരുന്നു. അത് വളർന്നു വന്നപ്പോൾ ഉമ്മ അതിന് നല്ലോണം നോക്കി, അങ്ങനെ നമുക്കൊരു ചെറിയൊരു ബത്തൊക്കെ കിട്ടി. അപ്പം ഇനി പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ഷൂ ഒക്കെ റെഡിയാക്കി ആളൊന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഓൾ. എന്തടാ